ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയ ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ. ലവ് സ്റ്റോറി അല്ല, ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ. ലൈഫ് സ്റ്റോറി ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ മൊത്തമായിട്ട് പറയാൻ പറ്റിയില്ല, കുറച്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് കുറേ മോങ്ങുണ്ടായിരുന്നു ഞാൻ അതിൽ നിന്നിട്ട് കരഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുറച്ച് സെക്കൻഡ് അല്ല ഉണ്ടായിരുന്നുള്ളൂ, ഫുള്ളൊന്നും പറയാൻ പറ്റിയിരുന്നില്ല. അതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടു, അത് പെട്ടെന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കാരണം എന്താ കാരണം ഞാൻ തന്നെ പിടിച്ചിട്ട് ഞാൻ തന്നെ പറയാൻ ചെയ്തത്. അപ്പോൾ അതെനിക്കൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് പുതിയൊരു വീഡിയോ ഇപ്പം നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നു. ബിഗ് ബോസിൽ ഞാൻ ഇത് വിൽക്കണേ, കോൾഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വിൽക്കണേ, സോറി. ബിഗ് ബോസിൽ ഞാൻ പകുതി പേര് കണ്ടിട്ടുണ്ടാവും, ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞത്, ചിലവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ എല്ലാവർക്കും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്, കാണാത്തവർക്കായിട്ട് കാണണം കേട്ടോ. അപ്പോൾ വയസ്സായി മക്കളെ, വയസ്സായി. അതിൻ്റെ എല്ലാം കാണുന്നുണ്ട് നോമിന്, ചുമയൊക്കെ ഉണ്ടേ, എന്താ ചെയ്യാം. അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും അച്ഛനും കൂടിയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു, ചെറിയൊരു ഫാമിലി ആയിരുന്നു. ഞങ്ങൾ അടിച്ച് പൊളിച്ച് നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചൊക്കെ നടക്കായിരുന്നു. ഞങ്ങൾ അച്ഛൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ കറങ്ങാനൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ഒരു കുട്ടി ലൈഫ്, എന്താ പറയുക. അച്ഛൻ മറ്റേ കൂലിപ്പണിയായിരുന്നു, ഈ ചെടിയും കാര്യങ്ങളൊക്കെ പറ്റില്ല, അങ്ങനത്തെ ഒരു പണിയായിരുന്നു. അങ്ങനെ ഫുൾ അച്ഛന് സന്തോഷം, അമ്മയ്ക്ക് സന്തോഷം, എനിക്കും എൻ്റെ ചേച്ചിക്ക് സന്തോഷം, അങ്ങനെ ഫുൾ സന്തോഷത്തിൽ നടന്ന ഒരു ഫാമിലി ആയിരുന്നു. പെട്ടെന്നൊരു സന്തോഷം കെടുത്താനായിട്ടാണ് അച്ഛൻ മരിക്കുന്ന ഒരു വാർത്ത. അച്ഛൻ മരിച്ചത് നിങ്ങൾക്ക് ചിലർക്ക് അറിയായിരിക്കും, ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. ഇപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ചെയ്യണമെന്നൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അച്ഛൻ മരിച്ചിട്ട് 15 വർഷം കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ മരിച്ചത് ഞാൻ 4 പഠിക്കുമ്പോഴാണ് കേട്ടോ. അച്ഛൻ മരിച്ചപ്പോൾ നമുക്കൊരു സ്വന്തം, ഞാൻ ലാലേട്ടനോട് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില അറിയുന്നുള്ളത്. ആ ഒരു ഇതായിരുന്നു നമുക്ക്. ഒരു കണ്ണ് നഷ്ടപ്പെട്ട, കണ്ണ് നമുക്ക് കാണാണ്ടായി നിൽക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അച്ഛന്മാരില്ല എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവമാണല്ലോ. അങ്ങനെ അച്ഛനെ ഞങ്ങൾ 4 പഠിക്കുമ്പോൾ മരിച്ചു. ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത് GP സ്കൂളിലാണ്. അച്ഛൻ്റെ വീട് വെളുത്തൂരാണ് കേട്ടോ, വെളുത്തൂർ കുന്നത്തങ്ങാടി വെളുത്തൂർ എന്ന് പറയും. അവിടെ ഒരു സ്കൂളുണ്ട്, അവിടെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പഠിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമായോണ്ടേ, എന്താ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അച്ഛൻ മരിച്ച് ചടങ്ങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടേക്ക് എത്തിയത്. അമ്മൂമ്മേരെ അടിക്ക് വന്നു, ഞാനും അമ്മയും ചേച്ചിയും കൂടിയിട്ട് അമ്മൂമ്മേരെ അടിക്ക് വന്നു. അങ്ങനെ അമ്മൂമ്മയുടെ അവിടെ ഞങ്ങൾ നിൽക്കാൻ തുടങ്ങി. അമ്മൂമ്മയ്ക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ബുദ്ധിമുട്ട്, ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ എന്താ പറയുക, ഞാൻ പഠിച്ച പാഠവും ഞാൻ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മൾ തന്നെ നമ്മളെ സ്വന്തം കഴിവോട് മീൻസ് എന്താ പറയുക, ജോലി എടുത്ത് നമ്മൾ ജീവിക്കുക. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തില്ല. നമ്മൾ എപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരും, നമുക്ക് പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മൾ ആരെങ്കിലും പൈസ തരുമോ, അത്ര ആവശ്യം വരുമ്പോൾ നമ്മൾ ചോദിക്കുക, അത്രയും ഗതി കെട്ടാൽ മാത്രം ചോദിക്കുക, അല്ലാണ്ട് നമ്മൾ ചോദിക്കരുത്. നമ്മൾ നന്നായി പണിയെടുക്കുക, നമ്മൾ അധ്വാനിച്ച് നമ്മൾ തന്നെ പൈസ ഉണ്ടാക്കുക. ഓക്കെ, അതാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത് നിങ്ങളോട് കാര്യം. അപ്പം നമ്മൾ അമ്മൂമ്മയുടെ അവിടെ നിന്നു. നമ്മൾ അമ്മൂമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്തണ്ടല്ലോ. അമ്മൂമ്മ വലിയമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. വലിയമ്മയുടെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അവർക്ക് ആർക്കും ബുദ്ധിമുട്ടൊന്നും വരുത്തണ്ടല്ലോ, നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വാടക വീട് എടുത്തു, ഞാനും അമ്മയും ചേച്ചിയും കൂടിയിട്ട്. അമ്മ വാടക കൊടുക്കും, നമുക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ 1000 രൂപ ഉണ്ട് വാടക. അങ്ങനെ നമ്മൾ വാടക വീട്ടിലേക്ക് മാറിയിട്ട് നമ്മൾ കുഴപ്പമൊന്നുമില്ല. തേച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ വീടായിരുന്നു, ടൈലൊന്നും ഇല്ല, തേച്ചിട്ടില്ല. നമ്മൾ വായ വിരിച്ച് കിടക്കും. ഇപ്പോഴാണല്ലോ കട്ടിലും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാനൊക്കെ പറ്റിയത്. അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ഇപ്പോഴാണ് ആയത്. നമ്മൾ പണ്ടും എങ്ങനെയാണോ അപ്പോഴും ആ മൈൻഡ് ഞാൻ ഇപ്പോഴും പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ഇപ്പം ഇങ്ങനെ ടൈലിട്ട വീട്ടിൽ കിടന്നു വെച്ചിട്ട് ഞാൻ മാറാൻ പോകണമെന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നു. 1000 രൂപ കൊടുത്ത് വാടക കൊടുത്ത് നിന്നു. അമ്മയാണ് പഠിപ്പിക്കുക. വിവേകോദയം ഗേൾസിലായിരുന്നു ഞാൻ 4 തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ പഠിപ്പിക്കും. മുമ്പ് അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്കൊക്കെ പോകട്ടോ. ഈ വെക്കേഷൻ സമയത്തൊക്കെ ഞാൻ ജോലിക്ക് പോകും. ഫുൾ ടൈം അമ്മേനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാവില്ലല്ലോ. അമ്മേനെ വീട്ടു പണിക്ക് പോയിട്ട് വയ്യാണ്ടൊക്കെ വരിക. നമ്മളപ്പോൾ ആ വീണ്ടും ഫീസ് അടയ്ക്കാൻ എനിക്ക് ഭയങ്കര വാശിയുള്ള കുട്ടിയായിരുന്നു. ഞാൻ ഭയങ്കര വാശി എന്ന് പറഞ്ഞാൽ നല്ല വാശിയുള്ള കുട്ടിയായിരുന്നു. എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അതപ്പം എനിക്ക് വാങ്ങണം, അങ്ങനത്തെ ഒരു വാശി എന്ന് പറഞ്ഞാൽ വല്ലാത്ത വാശിയായിരുന്നു. അപ്പം അമ്മ എന്ന് പറയും, നീ വലുതാകുമ്പോൾ പഠിക്കുള്ളൂ എന്ന്. അത് ഞാനിപ്പോൾ പഠിച്ചു ഗൈസ്. നമുക്ക് പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ വാശി പിടിച്ചിട്ട് അമ്മ അതെങ്ങനെയെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരും. അച്ഛനില്ലാത്തൊരു വിഷമം നമുക്ക് അമ്മ കാണിച്ചിട്ടില്ല കേട്ടോ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അത് എവിടുന്നായാലും പൈസ ഉണ്ടാക്കിയിട്ട് അമ്മ മേടിച്ചിട്ട് വരും. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നല്ല വാശിയായിരുന്നു. ഇപ്പം അതൊക്കെ കുറഞ്ഞു. ഇപ്പം മനസ്സിലായി എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഞാൻ വാശിയൊക്കെ കുറച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനില്ലാത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് കാണിച്ചിട്ടില്ല അമ്മ. അപ്പോൾ അമ്മ, ഞാൻ ജോലിക്ക് പോവും, തുണിക്കടയിൽ ജോലിക്ക് പോവും, ഓളരിയിൽ തുണിക്കടയുണ്ട്, അതുപോലെ തന്നെ എല്ലായിടത്തും. അങ്ങനെയൊന്നുമില്ല, എന്ത് കടയിൽ ഞാൻ ജോലിക്ക് പോകാറുണ്ട്. എനിക്കങ്ങനെ മടി എന്നുള്ള ഒരു കൂട്ടത്തിലുള്ള ആളൊന്നുമല്ല. നമുക്ക് പൈസ വേണം, സ്വന്തമായിട്ട് പൈസ വേണം എന്നുള്ള ഒരു മൈൻഡുള്ള ആളായിരുന്നു. ആരെയും ഞാനിങ്ങനെ പോയിട്ട് 10 രൂപ തരും 20 രൂപ തരും എന്ന് ചോദിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. നമ്മളുള്ളത് നമ്മൾ ജീവിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക, അങ്ങനെയുള്ളൊരു ശീലമാണ്. കൊടുക്കൽ ഞാനിപ്പോൾ ഇല്ല കേട്ടോ അധികം. ഞാൻ കുറേ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അപ്പോൾ അത് ആർക്കും അങ്ങനെ കൊടുക്കാറില്ല.
അത്രയും ഇതുണ്ടപ്പോൾ എൻ്റെ വലിയ പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും, അല്ലാണ്ട് ഇപ്പോൾ പൈസ ഇല്ലാണ്ട് നമ്മൾ കടം കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ ചതിക്കുന്നു. അതൊക്കെ വല്ലാത്ത ചതി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണേ. അങ്ങനെ നമ്മളിതാ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 ഞാൻ വിവേകോദയം ബോയ്സിലാണ് പഠിച്ചത് കേട്ടോ. ചേച്ചി ആ ഒരു +2 സമയത്താണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത്. ചേട്ടൻ രാഹുൽ എരിമകൾ നടത്തറ ഭാഗത്താണ്, തൃശ്ശൂർ വീട്. അപ്പോൾ പെണ്ണ് കാണാൻ വന്നു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കല്യാണത്തിന് വിളിച്ച് ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ +2ലായിരുന്നു ഞാൻ +2 പഠിക്കുമ്പോഴായിരുന്നു അവളുടെ കല്യാണം കഴിഞ്ഞത്. അവൾ 19 വയസ്സിലാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 23 വയസ്സായിട്ട് ഇങ്ങനെ കെട്ടാ ചിരക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നു ഗൈസ്. ഞാൻ എന്താ ചെയ്യാം. അപ്പോൾ അങ്ങനെ അവളെ കല്യാണമൊക്കെ കഴിഞ്ഞു. അവളങ്ങനെ ചേട്ടൻ്റെ അവിടേക്ക് പോയി. ഇപ്പം ഞാനും അമ്മയായി. അമ്മയ്ക്ക് ഞാനും കൂടി പോയായിരുന്നില്ല ഫുള്ള്. ഞാൻ ബിഗ് ബോസിലുള്ളപ്പോൾ എൻ്റെ അമ്മ ഫുൾ ടെൻഷൻ ആയിരുന്നു. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. മദേഴ്സ് ഡേയുടെ വീഡിയോസൊക്കെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ. അമ്മയ്ക്ക് ജോലി കഴിഞ്ഞ് വന്നതിൽ എന്നെ കാണണം. ഞാൻ തല്ലൂടില്ല, ഫുൾ ടൈം ഞങ്ങൾ തല്ലൂട്ടാണ്. സ്നേഹമാണ്. അമ്മി മോളാകുമ്പോൾ തല്ലൂടില്ല, എല്ലാ വീട്ടിലും അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിൽ ഞാനും അമ്മയും. ചേച്ചിയുടെ കല്യാണമായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറിയിട്ടോ. ഞാൻ പറഞ്ഞില്ല 1000 രൂപയുടെ വാടക വീട്ടിൽ നമ്മൾ 6000 രൂപയ്ക്ക് മാറി വാടക വീട്. അവരുടെ ചേട്ടൻ്റെ അടുത്ത ഫാമിലി പറഞ്ഞു, മീൻസ് ആ ഒരു ഏരിയയുടെ കുഴപ്പമില്ല, നമുക്കൊരു നല്ല വീട്, റൂം. ആ ചേച്ചി വരുമ്പോൾ കല്യാണം കഴിയുമ്പോൾ റൂം വേണമല്ലോ. അപ്പോൾ അങ്ങനെ റൂമിൽ നമ്മളൊരു റൂം അയ്യന്തോൾ എടുത്തു. നിർമ്മല സ്കൂളിൻ്റെ അവിടെ, അയ്യന്തോൾ നിർമ്മല സ്കൂളിൻ്റെ അവിടെ ഒരു വീട് എടുത്തു. അവിടെയായിരുന്നു ബിഗ് ബോസിൽ പോണായിട്ടും. ബിഗ് ബോസ് ഉള്ള സമയം ബിഗ് ബോസിൽ ഞാൻ പോണായിട്ടൊക്കെ അവിടെ നിന്നായിരുന്നിട്ട് പോകണ്ടായിരുന്നു. എൻ്റെ നല്ല കാലങ്ങളൊക്കെ അവിടെ നിന്നായിരുന്നു. +2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്കായപ്പോൾ, ഡിഗ്രി കോപ്പറേറ്റീവ് കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. അപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്. ഇത് ഡിഗ്രി ഉച്ച വരെ ഉണ്ടാവുള്ളൂ ക്ലാസ്. ഞാൻ കോപ്പറേറ്റീവ് കോളേജിൻ്റെ പ്രത്യേകത നമുക്ക് ഉച്ച വരെ ഉണ്ടാവും. ചിലപ്പോൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ വൈകുന്നേരം തൊട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരുന്നു കാലത്ത്, അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു. അപ്പം ഞാൻ ഒരു പാർട്ട് ടൈം ആയിട്ട് നല്ല ജോലി നോക്കി. അപ്പോൾ ഡാൻസിൻ്റെ ഡ്രസ്സിൻ്റെ ഷോപ്പിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ പണിയെടുത്ത് ചെറിയ ശമ്പളത്തിനാണ് പോയിട്ടാണ്. നമ്മൾ പാർട്ട് ടൈം ആയിരുന്നല്ലോ. പിന്നെ ഞാനത് ഫുൾ ടൈം ആയി. പിന്നെ അവിടുത്തെ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി സെറ്റായി. അങ്ങനെ ഞാനൊരു വണ്ടി എടുത്തു, അടവിന് വണ്ടി എടുത്തു. അങ്ങനെ അടവൊക്കെ കഴിഞ്ഞു. എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ സ്വന്തം പേരിലൊരു വണ്ടി എന്ന് പറയുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കാണെങ്കിലും ഒരു ആൺകുട്ടിക്കാണെങ്കിലും സ്വന്തം ഒരു വണ്ടി എടുക്കുമ്പോൾ അത്രയും പ്രൗഡ് മൊമെൻ്റ് ആണ് തോന്നുന്നത്. ആ ഒരു മൊമെൻറ്റ് എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നായിരുന്നു കാര്യങ്ങളൊക്കെ എന്താ പറയുക ചെയ്ത് വന്നത്. ഞാൻ ആ ഡാൻസിൻ്റെ ഡ്രസ്സിൻ്റെ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. വണ്ടിയൊക്കെ എടുത്ത് തന്നെ ഒരു ഇതിൽ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ജോലി ചെയ്ത് നമ്മൾ പാദസരം, കൈമിടാൻ കൈച്ചെയിൻ, മോതിരങ്ങൾ, കമ്മൽ, പാദസരം, ഇത് മാല എല്ലാം ഞാൻ എൻ്റേതാവുന്ന ഒരു കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ വേണം അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനായിട്ട് അധ്വാനിച്ച് ഞാൻ തന്നെ എല്ലാം എടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ്. ഭയങ്കര സന്തോഷമാണ്. നമ്മളെ എടുത്ത് സ്വർണം നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കയ്യിലിരിക്കണു. ഒക്കെ ഒരു വലിയ കാര്യമല്ലേ. സ്വർണം കൊടുത്തൊന്നും ഞാൻ കല്യാണം കഴിയില്ല, അത് വേറെ കാര്യം. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്. സ്ത്രീധനം കൊടുക്കരുത്. ഓക്കെ, നമ്മുടെ കയ്യിലേക്കുള്ളതൊക്കെ നമ്മൾ കൈമിടുക. ലാസ്റ്റ് അത്യാവശ്യം വന്ന പടയം വയ്ക്കും. ഞാൻ പടയം വയ്ക്കാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഇപ്പോഴും ഇതാ പടയം വെച്ചിട്ട് കമ്മലെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഷൂട്ട് വന്നപ്പോൾ പൈസ കിട്ടിയപ്പോൾ അങ്ങനെ കമ്മലെടുത്തു. എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. പണയം വെക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ സ്വർണ്ണം പണയം വെക്കണം. അതിനാണല്ലോ കൈമീൻ കാലുമ്പോൾ കിട്ടി നടക്കണേ നമ്മൾ. അപ്പോൾ അങ്ങനെ ഞാൻ ആ കടയിൽ ജോലി നിർത്തി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പഠിക്കണം, അക്കൗണ്ടിങ് പഠിക്കണതിൻ്റെ ഒരു സമയമൊക്കെ ആയി. ദൈവം പറഞ്ഞു, നീ കുറച്ച് നാൾ പഠിക്കും, ജോലിയുടെ ഒരു വിധമായല്ലോ, നീ പഠിക്കും. അപ്പോഴും ഞാൻ പഠിക്കണേണ്ടപ്പം ഡിഗ്രി കഴിഞ്ഞത് അവിടെ നിന്നാട്ടോ. കംപ്ലീറ്റ് ആക്കിയത് അവിടെ നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അക്കൗണ്ടിങ് ഒരു 2 വർഷം PSCയുടെ പിന്നെ നടന്നു. SSC PSC ഒക്കെ പഠിച്ച് ഇങ്ങനെയായി. അങ്ങനെ നടന്നു. അതൊന്നും കിട്ടിയില്ല, അത് വേറെ കാര്യം. അത് കിട്ടിയെങ്കിൽ ഞാൻ ഇട്ടിരിക്കില്ലല്ലോ. നല്ല കയ്യിലിരിപ്പോണ്ടേ. പഠിക്കാൻ കമ്മിയായിരുന്നു ഞാൻ. അതുകൊണ്ട് നന്നായി പഠിക്കണോണ്ടേ നോമ്പിലെല്ലാം കിട്ടി. എനിക്ക് പഠിക്കാൻ അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഗൈസ് സത്യത്തിൽ. അപ്പോൾ അങ്ങനെ എന്താ ഞാൻ പറഞ്ഞേ, അപ്പോൾ അങ്ങനെ ഞാൻ ജോലിക്ക് കയറി. നമ്മുടെ അറേബ്യൻ്റെ അടുത്ത് പോകുന്നിട്ട് ഞാൻ അവിടെ ആയിരുന്നല്ലോ. എൻ്റെ വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഇക്ക ഫുൾ സെറ്റ് ആയിരുന്നു അവിടെ. അങ്ങനെ അവിടെ ജോലിക്ക് കയറി. ബില്ലിങ്ങിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. 1 മണി തൊട്ട് 6 മണി വരെ രാവിലെ. അത് കഴിഞ്ഞിട്ട് അവിടെ വേറെ 6 മണി തൊട്ട് 12 മണി വരെ ഒരു ആൺകുട്ടി വരാറുണ്ട്. ആ കുട്ടിയിലേക്ക് ഞാനിരിക്കും. അങ്ങനെ കൊണ്ടാക്കാനൊക്കെ അവിടെ നിന്ന് വരും. നല്ല അടിപൊളിയായിരുന്നു സെറ്റപ്പ്. നമ്മളെ ഭയങ്കര കമ്പനിയാണ്. ഒരു മുതലാളി എന്നുള്ളൊരു നിലയൊന്നുമില്ല. ഇക്ക ഫുള്ള് നല്ല അടിപൊളി വൈബാണ്. ഇടയ്ക്ക് വരും, ഇടയ്ക്കല്ല ഫുൾ ടൈം വരാറൊക്കെ ഉണ്ട്. എന്നിട്ട് ഇടയ്ക്ക് കാണും, ഇടയ്ക്ക് പുറത്ത് പോവും. ഡെലിവറിക്ക് നിൽക്കുമ്പോൾ തന്നെ പോവും. ഒരു മുതലാളി, കടയിലത്തെ മുതലാളിയാണ് ഡെലിവറിക്കൊക്കെ പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ആ ഇക്കനെ അങ്ങനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഒരു പാവിക്ക. അതുപോലെ വൈഫായാലും അത് പിള്ളേരായാലും അത് അടിപൊളിയാണ് അവിടുത്തെ. അങ്ങനെ ജോലിക്ക് പോയി. അവിടെ അത്യാവശ്യം സാലറി വെച്ചാൽ പാർട്ട് ടൈമുള്ളൊരു സാലറി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിക്കാൻ പോയി അക്കൗണ്ടിങ്. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമുക്ക് അക്കൗണ്ടിങ് വല്ലതും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബില്ലിങ്ങൊക്കെ അടിക്കാനായിട്ട് ഇപ്പോൾ പഠിച്ചു. ആ പഠിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിൻ്റെയൊക്കെ ആയി നല്ല സാലറി കിട്ടി നമുക്ക് പുറത്ത് പോവാം, ദുബായിലൊക്കെ പോവാം. അങ്ങനെയൊക്കെ ആയിട്ട് അവിടെയൊക്കെ സെറ്റ് ആവാന്നുള്ള ഞാൻ പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെറ്റ് ആവാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോയി. എവിടെ പോയി? അറേബ്യൻ ട്രീറ്റിൽ അങ്ങനെ ജോലിക്ക് പോയി. അങ്ങനെ ഞാൻ അക്കൗണ്ടിങ്ങിന് പഠിക്കാനായിട്ട് നമ്മുടെ അക്കൗണ്ടിങ്സ് അക്കാദമിയിൽ പോയി. അവിടെ പഠിപ്പ് തുടങ്ങി.
പെട്ടെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു 5 മാസം കഴിഞ്ഞപ്പോഴാണ് ബിഗ് ബോസിന്റെ ഇൻസ്റ്റയിൽ കാണുന്നത്. ബിഗ് ബോസിലേക്ക് ഇങ്ങനെ ആളെ എടുക്കുന്നുണ്ട്, വീഡിയോ ഇങ്ങനെ അയച്ചു തരാൻ പറഞ്ഞിട്ട്. ഞാനപ്പോൾ അയച്ചു കൊടുത്താലോ, കിട്ടില്ല എന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ് കിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ ജസ്റ്റ് അയച്ചു കൊടുത്തു. ഇങ്ങനെ എൻ്റെ പേര് നന്ദന എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അറേബ്യൻ ആ ഷോപ്പിൽ ഇരുന്നിട്ടാണ് അയച്ചു കൊടുക്കുന്നത്, അറേബ്യൻ ഡേറ്റിൽ ഇരുന്നിട്ടാണ് അയച്ചു കൊടുക്കണേ. അങ്ങനെ അയച്ചു കൊടുത്ത് വെറുതെ ഞാൻ വായെല്ലാം വിട്ട് അടിച്ചു ഇങ്ങനെ എടുത്തു. അവരെന്നെ മീൻസ് വിളിച്ചു, ഏഷ്യാനെറ്റ് നല്ല വിളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഏഷ്യാനെറ്റ് തന്നെ? കാരണം എന്താ, ഏഷ്യാനെറ്റ് തന്നെ വിളിക്കുന്നത് ഉറപ്പല്ലേ. ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സ് വിളിക്കാൻ പറ്റിക്കുകയാണെന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ബിഗ് ബോസിൽ കൊടുത്തിട്ട് കിട്ടുമെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അങ്ങനെ അവസാനം നമുക്ക് കിട്ടി, അവർ വിളിച്ചു. ഞാൻ പറഞ്ഞാ ഓക്കെ. അങ്ങനെ ഓഡീഷനൊക്കെ കഴിഞ്ഞു, ബിഗ് ബോസും തുടങ്ങി. ഞാൻ വിചാരിച്ചു എന്നെയൊക്കെ എടുക്കും, ഞാൻ വലിയ പ്രതീക്ഷയിലൊക്കെ. ഡ്രസ്സൊക്കെ അവർ പറഞ്ഞോട് പോകുമ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോളൂന്ന് പറഞ്ഞപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് വെച്ച് പിടിച്ച് അങ്ങോട്ട് ട്രോളി ബാഗ് വാങ്ങട്ടെ, എന്തൊക്കെ സാധനങ്ങളായിരുന്നു. ബിഗ് ബോസ് അങ്ങനെ തുടങ്ങി എന്നെ വിളിച്ചില്ല. എൻ്റെ കുഞ്ഞു മനസ്സ് തളർന്നു. ഞാൻ പിന്നെ വീണ്ടും എനിക്കൊരു സപ്ലിണ്ടായിരുന്നു ഡിഗ്രിക്ക്. ആ എക്സാം ഞാൻ മടക്കി വെച്ചിട്ട് ആ ബുക്ക് വീണ്ടും തുറന്നു, കണ്ണീരൊക്കെ എന്നിട്ട് മോങ്ങൽ എന്നെ ബുക്കിലൊക്കെ നോക്കിയിരുന്നിട്ട് എന്നെ വിളിച്ചില്ല, ബിഗ് ബോസിക്ക് വിളിച്ചില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു. ഞാൻ ബിഗ് ബോസ് കാണില്ല എന്നൊക്കെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. സത്യം അങ്ങനെ പറഞ്ഞിട്ട് അമ്മ. എന്നിട്ട് ഞാനായിരുന്നു മോങ്ങലും കാര്യങ്ങളൊക്കെ. ആ സപ്ലൈക്ക് എഴുതിയെടുത്തിട്ട് ഞാൻ അത് എന്താ കാലത്തിൽ. അങ്ങനെ ബിഗ് ബോസിക്ക് ലാസ്റ്റ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ, ആ തുടങ്ങിയതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിളിച്ചു, വൈൽഡ് കാർഡ് എൻ്റർ ആയിട്ട് നന്ദന സെലക്ട് ആയിട്ടുണ്ട്. അപ്പം ഞാൻ മോനെ മനസ്സിൽ എട്ടുപൊട്ടി. എൻ്റെ അമ്മേ, അപ്പോൾ ഒരു ഫീലുണ്ട് നമുക്ക്. സ്വർഗത്തിലോ നിങ്ങൾ സത്യമായിരുന്നുണ്ട്. എനിക്ക് എന്താ പറയാ, ഞാനിപ്പോഴും ഏഷ്യാനെറ്റുകാരോട് ഞാൻ പറയും, നന്ദി പറയും. കാരണം അവരാണ് എന്നെ ഇങ്ങനെ നന്ദന എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയാനും ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ടുള്ള ഏഷ്യാനെറ്റുകാരായിരുന്നു കേട്ടോ. ഏഷ്യാനെറ്റുകാർ ഭയങ്കര മുത്തുകളാണ് കേട്ടോ, നമ്മുടെ സംഖ്യനകത്ത് ഏഷ്യാനെറ്റൊക്കെ. അങ്ങനെ എൻട്രി കിട്ടി, ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നു. അതിന് മുമ്പ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഞാൻ പറയാം, എറണാകുളത്ത് വെച്ച് പിടിച്ച് അങ്ങോട്ട് അവിടെ വില കുറവുണ്ട്, ഇങ്ങോട്ട് തിരിച്ച് തന്നെ പണി. എന്നിട്ട് ലാസ്റ്റ് ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്തു. കുറേ ഡ്രസ്സായേ, 100 ദിവസമൊക്കെ നിൽക്കുന്നൊക്കെ വിചാരിച്ചിട്ട് പോയതില്ല. പിന്നെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്, പിന്നെ നമ്മൾ പോന്നു, അത് വേറെ കാര്യം. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് കയറാനായിട്ട് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത്. അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ട്. വയറൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വരും, വയറിനുള്ളിൽ നിന്ന് കുരു സാധനങ്ങളൊക്കെ എന്നിട്ട് തിരിച്ചിങ്ങോട്ട് ഇറങ്ങും. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ നമ്മുടെ വിനീത് ശ്രീനിവാസൻ ആളായിട്ട് ഞാൻ ഒരു സെൽഫി എടുത്ത് ആളാണ് ഫോൺ പിടിച്ചിട്ടാണ് എടുക്കണം കേട്ടോ. അപ്പോൾ വിചാരിക്കും നമ്മൾ അത്രയും ക്ലോസ് ആണെന്ന്, എന്താ ചെയ്യാം. അങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ നിന്ന് എടുക്കുന്നൊക്കെ ചെയ്തിട്ട് ആളവിടെ നിർത്താണ് കേട്ടോ. ആള് ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഏതോ മൂവിയിലൊക്കെ കിട്ടിയെന്നാ. എല്ലാവരും നിനക്ക് പുതിയ മൂവിയിൽ കിട്ടിയാ? ഞാൻ ഒന്നും മിണ്ടില്ല. ബിഗ് ബോസിൽ പോണ കാര്യം പറയരുതല്ലോ, നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയരുത് ആരോടും. ഞാൻ ഡ്രസ്സിൻ്റെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് അവരുടെ തരണാണല്ലോ, അപ്പോൾ അവരോട് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല വെച്ചാൽ അവരോട് പറഞ്ഞു. മറ്റവരോടൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ആൾക്കാരോടും. ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ എത്തി, ചെന്നൈയിലൊക്കെ എത്തി കഴിഞ്ഞിട്ട് അവർ വണ്ടി വന്നു. അതന്നെ തമിഴ് ഇംഗ്ലീഷൊക്കെ കൂടിയിട്ട് പറയണമല്ലോ, മനസ്സിലാവണ്ട. നല്ല ചേച്ചിയോട് തപ്പി പിടിച്ച് അങ്ങനെ പറഞ്ഞു. ഞാൻ അവിടെ എത്തി, അവരുടെ വണ്ടിയിൽ കയറി നമ്മൾ എവിടേക്കോ കൊണ്ടാണു ഒരു ഹോട്ടൽ റൂമിലെത്തി. അപ്പോൾ അന്നത്തെ ദിവസം ഫോൺ തന്നു. പിറ്റേ ദിവസം അവർ ആ ഫോൺ മേടിച്ചു വെച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കൊറിയർ അയക്കും വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ തന്നെ വയ്ക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊറിയർ അയക്കാൻ നല്ലത്, എന്തിനും ഇവിടെ വെച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇത്ര നാൾ ഇരിക്കണമെന്ന് വെച്ചിട്ട് കൊറിയർ അയച്ചു വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ സ്റ്റേജിലേക്ക് കയറാൻ പോവാണ്. അതിന് മുമ്പ് നമ്മളെ ഈ കരവല്ലിരുത്തി അവർ കുറേ നേരം പുഴുക്കൂട്ടോ. അത് എൻ്റെ അമ്മേ എത്ര നേരമാണ് കരവല്ലി. എൻ്റെ തൊട്ടപ്പുറത്തെ കരവല്ലി ശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്ന് സിബിൻചേട്ടൻ്റെ, ഒന്ന് പൂജയിച്ചയുടെ ശബ്ദം. ഞാൻ ഡാൻസിന്റെ പ്രാക്ടീസ് ചെയ്യണം. സിബിൻചേട്ടൻ പറയണ്ട എന്തോ വളയിട്ട് കിളിക്കുണ്ടാവും അവിടെ നിന്നിട്ട് എന്നൊക്കെ പുറത്ത് ഉള്ളിൽ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടാ. നല്ല രസമായിരുന്നു. അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ കുറേ സാറുമാരൊക്കെ ഒന്ന് നമ്മൾ സംസാരിക്കും. ഓക്കെ അല്ലേ, ടെൻഷനൊന്നുമില്ല എന്ന് പറഞ്ഞു പോയി. ഇതെൻ്റെ മക്കളെ വിടിക്ക് ലാലേട്ടൻ്റെ മുമ്പിലേക്ക് ഇത്ര വലിയ സ്റ്റേജും. ഒന്നാമത് ഞാൻ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ എല്ലാ ഡാൻസ് കളിക്കാൻ പോയിട്ട് വലിയ ചെറിയ സ്റ്റേജ് കെട്ടി ഡാൻസ് കളിക്കുന്നു. ഗുരുവായൂർ പോലും ഞാൻ കളിച്ചിട്ടില്ല കേട്ടാ അങ്ങനെയൊക്കെ. പക്ഷെ ഇത് വലിയൊരു സ്റ്റേജ്, ഒരു സിംഹം പോലത്തെ ഒരു ലാലേട്ടൻ. എൻ്റെ അമ്മ എത്ര വലിയൊരു ഇപ്പൊ എനിക്ക് ആ കാണുമ്പേയും ഒന്നൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു എൻ്റെ ആ സമയത്തുള്ളൊരു എൻട്രി സമയത്ത്. ഞാൻ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത് എനിക്ക് എന്നെ ഓർമ്മയില്ല. എനിക്ക് കുറേ ട്രോളൊക്കെ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു, ഞാൻ കണ്ടു. എന്താ ചെയ്യുക, സത്യത്തിൽ എൻ്റെ ഒരു മൈൻഡ് ആ സമയത്ത് നമുക്ക് ആ സ്റ്റേജിൽ വരുമ്പോൾ എന്തൊക്കെയോ വിളിച്ച് പറയണ്ടേ. ഞാൻ ഇനിയും പൊട്ടത്തരം കുറേ വിളിച്ച് പറയേണ്ട ഞാനായിരുന്നു. പകുതിയിൽ നിർത്തി ഞാൻ നന്നായി. ലാലേട്ടൻ തോന്നുന്നുണ്ട് മതി മോളെ നിർത്തിക്കോന്നൊക്കെ. ആ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ ബിഗ് ബോസിൽ എത്തിയതൊക്കെ. എന്നിട്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് കയറി ആ ഒരു വല്ലാത്ത അനുഭവം. ഞാൻ പറഞ്ഞില്ലേ, ആ അനുഭവമാണ് ഇപ്പോഴും ഇപ്പോഴും എൻ്റെ ആ മൈൻഡ് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു മൈൻഡ് ഇപ്പോഴും മാറി വന്നിട്ടില്ല എനിക്ക്. ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമായി, എന്തായാലും അടിപൊളിയാണ്.
അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു, ഇങ്ങനൊരു ലൈഫ് കിട്ടി. അപ്പോൾ ഞാൻ പുറത്തിറങ്ങുമ്പോൾ നോർമലി കൊറോണ സമയത്ത് തന്നെ മാസ്ക് ഇട്ട് നടക്കാറുണ്ട്. ഇപ്പം ഞാൻ മാസ്ക് ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാസ്ക് ഇട്ടില്ലെങ്കിൽ നമ്മളെ നോക്കി ചിരിക്കും എല്ലാവരൊക്കെ. അപ്പം നമ്മളത് പെട്ടെന്ന് ഞാൻ കണ്ടില്ല, ചിരിച്ചില്ലെങ്കിൽ അവർക്ക് അത് വല്ലാത്തൊരു വിഷമാവും. അപ്പം എനിക്കത് മനസ്സിലുണ്ടാവും. ഞാൻ പെട്ടെന്ന് പിന്നെ നോക്കുമ്പോൾ അവർ തിരിഞ്ഞു പോയിണ്ടാവും. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമാവും. എനിക്കങ്ങനെ ഒരു ഫീൽ ചെയ്യണ ആളാട്ടോ. അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതിന് അത് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഉള്ളിൽ ചിരിക്കാൻ പുറത്തിങ്ങനെ കണ്ണ് എപ്പോഴാണെങ്കിലും അതൊക്കെ മാസ്ക് ഇട്ടാലും തിരിച്ചറിയാം. എൻ്റെ ഈ കണ്ണ് കണ്ടിട്ട് ചൈനക്കാരുടെ പോലത്തെ കണ്ണ് കണ്ടിട്ട് എൻ്റെ ഈ കണ്ണിൽ അതൊന്നും ആൾക്കാർ പിടിക്കുന്നത് ചെറിയ കുട്ടി ഈ നന്ദനാന്നൊക്കെ ഒരു ഈ മാസ്ക് ഇട്ടിട്ട് മനസ്സിലാക്കുക ദൈവമേ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചിരിച്ചില്ലെങ്കിൽ നമുക്ക് അവർക്കൊരു ഫീൽ ആവൂല. ഇത് എന്ത് ഇത്ര ഞാൻ വലിയ സെലിബ്രിറ്റി ആയിട്ടൊന്നല്ല, ജസ്റ്റ് മാസ്ക് ഇട്ട് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവളെൻ്റെ വലിയ മാസ്ക് ഒക്കെ ഇട്ട് നടക്കണമെന്നൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ആ റീസണോടാണ് മാസ്ക് ഇടുന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ ലാസ്റ്റ് പറഞ്ഞ് നമ്മൾ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞാൽ ആ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. 6000 രൂപയുടെ വീട്ടിൽ തന്നെയായിരുന്നു, അയ്യന്തോളം തന്നെയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ 7500 രൂപയ്ക്ക് മാറി വീട്ടിലേക്ക്. ഇപ്പം ഞാൻ ഹോം ടൂർ ഒന്നും കാണിച്ചിട്ടില്ല, അതിൻ്റെ കാണിക്കാനുള്ള സമയമുണ്ട്, കുറച്ചുകൂടി സാധനങ്ങളൊക്കെ വന്ന് സെറ്റ് ആവാനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാവും ഞാൻ ഹോം ടൂർ കാണിക്കുക. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചിരിക്കും. നിങ്ങളാണല്ലോ എന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടത്, അപ്പം നിങ്ങൾക്ക് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സ്വന്തം വീടല്ലല്ലോ, വേറെ ആരുടെ വീടല്ലേ. ഇവിടെ പോകണായിട്ട് മുമ്പ് ഞാൻ എന്തായാലും ഹോം ടൂർ കാണിക്കട്ടെ, അത് വേറെ കാര്യം. അങ്ങനെ ഇപ്പോൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയായി പോകുന്നു. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു. വേറെ ആരും പ്രാർത്ഥിക്കാനൊന്നും ഇല്ലല്ലോ, നമ്മളെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എന്തൊക്കെയാണ് ഇപ്പോഴും അമ്മ ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും അമ്മ ജോലിക്ക് പോകുന്നുണ്ട്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന പൈസയും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഞാൻ അധ്വാനിക്കുന്ന പൈസയും കാര്യങ്ങളും, ഷൂട്ടിന് പോയിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ, മീൻസ് ഞാൻ അവിടെ ഓരോ സാധനങ്ങൾ വാങ്ങുന്നത് വീട്ടിലേക്ക്. അത് ചെറിയ സാധനങ്ങളൊന്നും ഇല്ലാട്ട് നിങ്ങളത് കാണിച്ചു തരാം ഞാൻ ഹോം ടൂറിന്. അങ്ങനെ ഞാൻ വലിയ അച്ചീവ്മെൻറ്റ് എന്താ പറയുക, എൻ്റെ ഒരാവുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് ആ പൈസയൊക്കെ ആ വഴിക്ക് പോകുന്നു. ചിലവിനും കാര്യങ്ങളൊക്കെ റെൻറ്റ് ഞാനാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. അമ്മേനെ ജോലിക്ക് പോകാണ്ടിരുത്തണം ഒരു നാൾ, അത് പെട്ടെന്ന് നടക്കട്ടെ അല്ലേ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.